നെക്സ്റ്റ് ഈസ് മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലെ കേസ് 2 ആണ് പഠിക്കുന്നത്. കേസ് 2ൽ വി ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ബി. ചാർജിൻ്റെ വെലോസിറ്റി ബിക്ക് പെർപെൻഡിക്കുലർ ആവാത്ത കേസാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിനകത്ത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. സപ്പോസ് ഇതിനകത്ത് എന്തുണ്ട്, ഒരു ചാർജ് ഉണ്ട്. ക്യൂ ആണ് ചാർജ്. ഇത് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ യാതൊരു വിധ ഫോഴ്സും ഇല്ല. സപ്പോസ് ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. അത് സപ്പോസ് ഇനീഷ്യലി ഇതിനൊരു വെലോസിറ്റി കിട്ടി. സപ്പോസ് ദിസ് വെലോസിറ്റി മേക്ക് എൻ ആംഗിൾ തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായിട്ട് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറിയാമല്ലോ, റൈറ്റ് സൈഡിലോട്ടാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. വെലോസിറ്റി എങ്ങനെയാണ് വരുന്നത്? ഇൻക്ലൈൻ മേക്ക് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ വി ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ബി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഷൻ എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഈ വെലോസിറ്റി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷൻ ഞാൻ കാണിച്ചു തരാം. സർക്കുലർ മോഷനും വരും, അതിനോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ലേഷൻ മോഷനും കൂടി വരും. ഒരു ഹെലിക്കൽ മോഷനായിരിക്കും. ഇങ്ങനെ മനസ്സിലായാലോ? ഇതിപ്പോൾ സർക്കുലർ മോഷനും ഉണ്ട്, അതേസമയം തന്നെ റൈറ്റ് സൈഡിലോട്ടുള്ള മോഷനും വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും മോഷൻ വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ കേസ് മനസ്സിലായാലോ? ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ചാർജ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ബി, ബിക്ക് പെർപെൻഡിക്കുലർ അല്ല എന്നുണ്ടെങ്കിൽ മോഷൻ ഇതേപോലെ ആയിരിക്കും, ഒരു ഹെലിക്കൽ മോഷനായിരിക്കും. വി പെർപെൻഡിക്കുലർ ടു ബി വരുമ്പോഴാണ് കറക്റ്റ് സർക്കുലർ മോഷൻ വരുള്ളൂ. വി പെർപെൻഡിക്കുലർ ടു ബി വരണം സർക്കുലർ മോഷന്. ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ മോഷനാണ് ഉണ്ടാവുക. ഈ മോഷനെ പറയുന്ന പേരാണ് ഹെലിക്കൽ മോഷൻ. മനസ്സിലായാലോ? ഹെലിക്കൽ മോഷൻ എന്നാണ് ഇതിനെ പറയാം. ഇപ്പോൾ ഇവിടെ വരുന്ന രണ്ടോ മൂന്നോ ഫോർമുലാസ് ഉണ്ട്, നമുക്കത് നോക്കാം. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് കാണാനുള്ള ഫോർമുല. ക്ലിയർ? റേഡിയസ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി പെർപെൻഡിക്കുലർ ടു ബി ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റേഡിയസ് കാണാനുള്ള ഫോർമുല. ഞാൻ ഈ എഴുതുന്ന ഫോർമുല ബൈ ഹാർട്ടാക്കിയാൽ മതി, അത് ഡെറിവേഷനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കില്ല എക്സാമിന്. ഇവിടെ വി പെർപെൻഡിക്കുലർ ടു ബി ആയപ്പോൾ എന്തായിരുന്നു റേഡിയസ്? ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ പോർഷൻ്റെ റേഡിയസ്. അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇവിടെ എഴുതാം ആർ ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി ആയിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, എം വി ബൈ ക്യൂ ബി ആയിരുന്നു. എപ്പോൾ? വി പെർപെൻഡിക്കുലർ ടു ബി ആയപ്പോൾ. ഇവിടെ വി പെർപെൻഡിക്കുലർ ടു ബി അല്ലല്ലോ, ഈ വിയുടെ ഒരു ചെറിയൊരു കമ്പോണൻറ്റ് മാത്രമേ അല്ലേ, വിയുടെ ഒരു ചെറിയൊരു കമ്പോണൻറ്റ് ഞാൻ എടുത്തോട്ടെ. വിക്ക് രണ്ട് കമ്പോണൻറ്റ് ഉണ്ടാവുമല്ലോ. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമുക്ക് വി കോസ് തീറ്റ എന്ന് വിളിക്കാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി കോസ് തീറ്റ എന്നും വെർട്ടിക്കൽ കമ്പോണൻറ്റ് വി സൈൻ തീറ്റ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വെലോസിറ്റിയുടെ ഒരു കമ്പോണൻ്റ് ഉണ്ട് വി സൈൻ തീറ്റ, അത് മാത്രമേ ബിക്ക് പെർപെൻഡിക്കുലർ ആവുള്ളൂ. സോ ദിസ് കമ്പോണൻറ്റ് വി സൈൻ തീറ്റ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സർക്കുലർ മോഷൻ. അപ്പോൾ റേഡിയസ് കിട്ടാൻ കാരണം ആരാണ്? വി സൈൻ തീറ്റയാണ്. അപ്പോൾ ഈ ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി, ഡെറിവേഷനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എം വി ബൈ ക്യൂ ബി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എം വി സൈൻ തീറ്റ ബൈ ക്യൂ ബി എന്നാക്കിയാൽ മതി. അതിൽ ആ വി എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ സർക്കുലർ മോഷൻ. ഇനി അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ റേഡിയസിൻ്റെ ഫോർമുല ബൈ ഹാർട്ടാക്കുക, പ്രൂഫ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസിക്ക് മുമ്പ്, ഫ്രീക്വൻസി അല്ല, ഇവിടെ നമുക്ക് അറിയേണ്ടത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ഉണ്ട്. രണ്ട് സർക്കിളിനിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ടോ? രണ്ട് അഡ്ജസൻറ്റ് സർക്കിള്, അതിൻ്റെ ബോട്ടം പോയിന്റ് എടുക്കുക, അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലേ, കാണുന്നില്ലേ? അല്ലേ? ആ ഡിസ്റ്റൻസ് നമ്മളൊരു പേര് പറയും, നമ്മൾ അതിനെ പറയുന്ന പേരാണ് പിച്ച്. ഡിസ്റ്റൻസിനെ പിച്ച് എന്നാ പറയുക. രണ്ട് അഡ്ജസൻറ്റ് സർക്കിളിൻ്റെ ബോട്ടം പോയിന്റ്, അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് പിച്ചാണ്. അതിൻ്റെ ഫോർമുലയും കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അറിയേണ്ടത്. പിച്ച്, ആ പിച്ച് കാണാനുള്ള ഫോർമുല 2πm
ബൈ ക്യൂബ് എ ഇൻറ്റു വി കോസ് തീറ്റ. ഈ ഫോർമുലയും കൂടിയും ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. ഓക്കെ.